നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിസ്ലോവ സിംബോസ്ക എഴുതിയിട്ടുള്ള നത്തിങ് ട്വൈസ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പോമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ആദ്യം ഒരു ഐഡിയ തരാം. നമ്മൾ ടൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നത്തിങ് ട്വൈസ് എന്നാണ് പറയുന്നത്. ഒന്നും രണ്ട് തവണ സംഭവിക്കുന്നില്ല എന്നാണ് ടൈറ്റിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസിനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു കാര്യവും രണ്ടാമത് നടക്കുന്നില്ല. സിംപ്ലി ഇത്രേ ഉള്ളൂ. നമ്മൾ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ പാസ്റ്റിൽ ഭൂതകാലത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞു എന്നോ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഈ ദിവസം ഈ നിമിഷം നമ്മുടെ ലൈഫിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു സംഭവത്തിന് മാക്സിമം ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ മാക്സിമം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് കയ്യിലൊരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ വിട്ടു, ആ ഒരു സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കണോ അന്ന് ആ ഒരു സന്തോഷം നിറഞ്ഞ മൊമെൻറ്റ് ഒന്നുകൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, രണ്ടാമതൊരു തവണയും കൂടി എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് രണ്ടാമതൊരു വട്ടം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്താണ് എൻജോയ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് അതിനെ മാക്സിമം ഹാപ്പിയായി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹോൾ ഹാർട്ടഡ് ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള രീതിക്കുള്ളൊരു കവിതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളത് മുൻകൂട്ടി മൈൻഡിൽ വയ്ക്കുക. അതേപോലെ തന്നെ നത്തിങ് ട്വൈസ് എന്നുള്ള ടൈറ്റിൽ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ റൈറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മരിയ വിസ്ലോവ അന്ന സിംബോസ്ക, ദ റിനൗണ്ട് പോളിഷ് പോയറ്റ് ആൻഡ് എസ്സേയിസ്റ്റ് ഇസ് നോൺ ഫോർ ഹർ പ്രൊഫൗണ്ട് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് വേഴ്സ്. അപ്പോൾ അവർ പോളിഷ് പോയറ്റാണ്. അപ്പോൾ അവരുടെ വർക്ക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മുടെ ചിന്തേനെയൊക്കെ ഇളക്കി മറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വർക്ക്സ് ആണ് അവർ എഴുതാറുള്ളത്. ഷി വാസ് ബോൺ ഇൻ പ്രോഞ്ച്, Western Poland on 2nd July 1923. Her poetry is celebrated for its intellectual depth, wit and precision. അപ്പോൾ അവരുടെ വർക്ക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ എഴുതാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ വർക്ക്സൊക്കെ ആ ഒരു ലേബലിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. Some of her most notable works include Calling Out to Yeti, Salt, No End of Fun, People on a Bridge, etc. അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അതൊക്കെ. ഷി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ടു വേൾഡ് ലിറ്ററേച്ചർ ഇൻ 1996. അപ്പോൾ അവർക്ക് ആ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇയർ ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ പോമിലോട്ട് പോവാണ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. ഒന്നും നമ്മുടെ ലൈഫിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതേ ഇൻസിഡൻറ്റ് വീണ്ടും അതേപടി നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്നും നമ്മുടെ ലൈഫിൽ രണ്ടാമതും സംഭവിക്കുന്നില്ല. In consequence, the sorry fact is that we arrive here improvised and leave without the chance to പ്രാക്ടീസ്. അപ്പോൾ അവർ പറയുകയാണ് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ടുള്ളത്, നമ്മൾ ജനിച്ചിട്ടുള്ളത് എപ്പോഴും ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മളിൽ നിന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ലൈഫ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ആൻഡ് ലീവ് വിതൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. നമ്മളൊന്നും ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ അതൊന്നും പഠിച്ചു വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനോ ഒന്നുമുള്ള ഒരു സിറ്റുവേഷൻ കിട്ടാതെ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ ജനിച്ചിട്ടുള്ള ഒരു എന്താണോ സംഭവം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ജനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ വന്നിട്ടുള്ളത്, ആ ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ ഇടവേളക്കുള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സമയം നമുക്ക് ആയിട്ടുണ്ടാവും. ഈവൻ ഇഫ് ദർ ഇസ് no one dumber if you are the planet's biggest dunce. അപ്പോൾ ഡംബർ ഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറുത്ത് നമ്മൾ ഇഡിയറ്റ്, ഫൂൾ, വിഡ്ഢി എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അവർ പറയുകയാണ് നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി അല്ലെങ്കിൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ അല്ലെങ്കിൽ മണ്ടി എന്ന് വിചാരിക്കാം. യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ സ്വയം റിയലൈസ് ചെയ്യണം, ഞാനാണ് ഏറ്റവും വലിയ മണ്ടി അല്ലെങ്കിൽ മണ്ടൻ, എന്നേക്കാൾ വലിയ മണ്ടൻ ലോകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്തിനു സാധിക്കില്ല? യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. സമ്മറിലെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. ഇവിടെ നമ്മുടെ സമ്മറോ നമ്മുടെ ക്ലാസ്സോ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫാണ്. നമുക്ക് ആ കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മൾക്കിപ്പോൾ ഓൾറെഡി ഒരു മണ്ടത്തരം പറ്റി എന്നിട്ട് നമ്മൾ ചെയ്യണം ഇങ്ങനെയാണ്, അത് ഞാൻ ഏറ്റവും വലിയ മണ്ടനാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് മുമ്പ് കിട്ടിയ ഒരു മൊമെൻറ്റ് എനിക്കത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വന്നാലും നമുക്ക് എന്തിനു സാധിക്കില്ല? ഭാവിയിൽ ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ സെയിം മൊമെൻറ്റ് അല്ലെങ്കിൽ സെയിം ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീക്രിയേറ്റ് ചെയ്യാനോ വീണ്ടും രണ്ടാമതൊരു തവണ കൂടി നമുക്ക് അനുഭവിക്കാനോ സാധിക്കില്ല. ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒറ്റ തവണ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതായത് ഈ കോഴ്സ് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഇൻസിഡൻസ്, ഇതെല്ലാം എന്താണ് ഒറ്റ തവണ
നമുക്ക് കിട്ടുള്ളൂ. കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അതിനെ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അത് ഭാവിയിലേക്ക് വീണ്ടും ഒരു വട്ടം കൂടി എനിക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യം അയ്യോ പോയല്ലോ ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് നമുക്ക് വിഷമിക്കാനും അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യാനോ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിവസവും ഇന്നലെയെ കോപ്പി ചെയ്യുന്നില്ല. അതായത് ഇന്നലത്തെ അതേ ഇൻസിഡൻസ് ഒരിക്കലും വേറൊരു ദിവസം സംഭവിക്കില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഈ സെയിം ടൈറ്റിൽ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇതിൽ എല്ലാ ലൈൻസിലും പറയുന്നത്. അപ്പോൾ അതിനെ പല പല രീതിയിൽ പറയുന്നു, അത്രേ ഉള്ളൂ. No two nights will teach what bliss is in precisely the same way. ഒരിക്കലും ഒരു സന്തോഷം എന്താണോ സങ്കടം എന്താണെന്നുള്ള കാര്യമൊന്നും ഒരിക്കലും 2 രാത്രികൾക്ക് ഒരുപോലെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. സെയിം ഇതന്നെ ഉദ്ദേശിക്കുന്ന ഒരു രാത്രി നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷമോ സങ്കടമോ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വേറൊരു രാത്രി നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ രാത്രി അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് കിട്ടിയ സന്തോഷവും സങ്കടമൊക്കെ അത് അവിടെ തീർന്നു, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അത്രേ ഉള്ളൂ. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെയിം കാര്യം, നമുക്ക് ഉള്ള അറ്റാച്ച്മെൻറ്റുകൾ, നമുക്കുള്ള ആരുടെയൊക്കെയാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ, അവരുമായിട്ടുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വീണ്ടും ഒരു വട്ടം കൂടെ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. വൺ ഡേ പെർഹാപ്സ് സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡൻറ്റ്. അപ്പോൾ അവർ പറയുകയാണ് ചിലപ്പോൾ ഭാവിയിൽ എങ്ങാനും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഐഡിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വടിയൻ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ജസ്റ്റ് നിങ്ങളുടെ പേര് ആക്സിഡൻ്റലി മെൻഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വർ പ്ലഞ്ച് ഇൻ ടു ദ റൂം ആൻഡ് ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. അപ്പോൾ അവർ പറയുകയാണ്, അതായത് നിങ്ങളുടെ പേര് എനിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അപ്രതീക്ഷിതമായി കേട്ടാൽ എനിക്കത് എന്തുപോലെ ഫീൽ ചെയ്യും, എൻ്റെ റൂമിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്മെല്ലുള്ള നല്ല സുഗന്ധമുള്ള ഒരു റോസ് ഫ്ലവർ എൻ്റെ റൂമിലേക്ക് വലിച്ചെറിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത്രയും സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങളുടെ പേര് കേൾക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഡേ, അതേസമയം പിറ്റേ ദിവസം, അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ അത്രയും ഹാപ്പിയാണ്, ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാൽ പോലും അവിടെ എന്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എനിക്ക് ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോലും തോന്നിക്കൊള്ളണമെന്നില്ല, ഞാൻ ചിലപ്പോൾ ആ ഒരു ക്ലോക്ക് നോക്കി സമയം പാസ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, തൊട്ട് മുന്നത്തെ ദിവസം നിങ്ങളുടെ പേര് കേട്ടപ്പോൾ പോലും എനിക്കുണ്ടായ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും നാളെ ചിലപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, അയ്യോ ഇന്നലത്തെ അയാളുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ഞാനത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. എ റോസ് what could that be? Is it a flower or a rock? അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ പറയണം ഇന്നലെ എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങളൊരു ഫ്ലവർ വീണ പോലെയല്ല നിങ്ങൾക്ക് തോന്നിയേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം ചിലപ്പോൾ എനിക്ക് ആ ഫ്ലവറിൻ്റെ കാര്യം പോലും ഓർമ്മയുണ്ടാവില്ല. റോസോ, എന്ത് റോസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം, അത് പാറയാണോ ഫ്ലവർ ആണോ അതുപോലും മനസ്സിലാവാത്ത രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടാവും. എന്നോട് ഇന്നലെ എനിക്ക് നിങ്ങളോട് തോന്നിയ ഒരു സ്നേഹം റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ടാവും. Why do we treat the fleeting day with so much needless fear and sorrow? അപ്പോൾ അതേപോലെ ചോദ്യ രൂപത്തിൽ നമ്മളടുത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള മീനിങ് ആണ്. പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസത്തിനെ ഓർത്ത് നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് പേടിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഓരോ വയസ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ അയ്യോ അത്രയും കഴിഞ്ഞല്ലോ എന്നോർത്ത് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സേ ടുഡേസ് ഓൾവേസ് ഗോൺ ടുമോറോ. അത് ആ ഒരു രീതിയാണ്, അത് ദിവസങ്ങൾ പാസ് ചെയ്യും, സമയം പാസ് ചെയ്യും, വർഷങ്ങൾ പാസ് ചെയ്യും, അതൊരു നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. ടുഡേസ് ഓൾവേസ് ഗോൺ ടുമോറോ, ഇന്ന് എന്ന് പറയുന്നത് നാളെ തന്നെ എന്ത് കഴിഞ്ഞിരിക്കുന്നു, പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് എന്താണ്, അത് ഈ ഒരു 24 മണിക്കൂർ മാത്രമാണ്. പക്ഷേ അടുത്ത ദിവസം ആകുമ്പോഴേക്കും എന്താണ്, ആ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി അവർ ഇന്ന് എന്ത് ചെയ്തു, നമ്മുടെ അടുത്തും പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. അത് ആ ഒരു 24 മണിക്കൂർ എന്നല്ല, നമ്മളെ പറഞ്ഞു തീർക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്തു, അത് പാസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു നിമിഷവും നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. With smiles and kisses, we prefer to seek accord beneath our star. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്, സ്മൈൽസ് ആൻഡ് കിസ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ സ്നേഹം, നമുക്ക് അവരെ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഓൾദോ വി ആർ ഡിഫറെൻറ്റ് ജസ്റ്റ് ആസ് 2 drops of water are. ഒരു വെള്ളത്തിൻ്റെ 2 തുള്ളികൾ എത്രത്തോളം ഡിഫറെൻ്റ് ആണോ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അതേസമയം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അയാളുടെ സ്മൈൽ, അയാളുടെ കിസ്സസ് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓൾറെഡി നമുക്കറിയാം നമ്മൾ ഡിഫറെൻ്റ് ആണ്, ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാലും നമ്മൾ എന്താഗ്രഹിക്കും, അവരുടെ ആ ഒരു കെയറും കൺസേണും സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അതിനെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പാസ് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ അത് റിഗ്രറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നൊരു രീതിക്കാണ് അവർ ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്.
താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.